അലിൻ ജോസാണ്. നമസ്കാരം, അഭിലാഷ് ഏട്ടനാണ്, സോഷ്യൽ മീഡിയ റിവ്യൂവർ സംഘം. ഈ പെരേരയെ കുറിച്ച് കേൾക്കുമ്പോൾ അസൂയ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു നടന്മാർ ഒരു പ്രസ് മീറ്റിലിരുന്ന് അലിൻ ജോസ് പെരേര എന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക. കാരണം ഈ പൊന്നുമോൻ്റെ പേര് എല്ലായിടത്തും ഉപയോഗിക്കുന്നുള്ള നടന്മാർ ഇദ്ദേഹം ചോദിച്ചു എനിക്ക് എന്തെങ്കിലും കുശുമ്പുണ്ടോ സങ്കടമുണ്ടോ എന്ന് ചോദിച്ചു. ചെറിയ സങ്കടം. അഭിലാഷ് ഏട്ടത്തിന്റെ പേര് ഒരു സിനിമാ താരങ്ങളും പറയുന്നില്ല. എന്താ കാരണം? അവർക്ക് അഭിലാഷ് ഏട്ടത്തിന്റെ പേര് പറയുമ്പോൾ സെൻസേഷണൽ ആയില്ല. അതുകൊണ്ടാണ്. തന്നെ മറ്റേ നോബി പറഞ്ഞു, മറ്റേ ദുൽഖർ പറഞ്ഞു, ടൊവിനോ പറഞ്ഞു. അത്ര ടൊവിനോ കേക്ക് വെച്ച് തന്നു. പെപ്പെ പറയുന്നു, ജയസൂര്യ പറയുന്നു. ഇല്ല അപ്പാടെ പറഞ്ഞിരിക്കുന്നത് പെപ്പെ, പിന്നെ ഇപ്പോ ടീൻ ടോം സാറ്, പിന്നെ ഷൈൻ ടോം ചാക്കോ നമ്മൾക്കൊപ്പം പ്രൊമോഷൻ ചെയ്തായിരുന്നു. അത് ശരി. അപ്പൊ എനിക്ക് സങ്കടമാണ്. ചേച്ചി എന്നെയും ഇതുപോലെ പറയൂ, അഭിലാഷ് ഏട്ടാ എന്ന് പറയൂ. ടിനി ടോം സാർ, താങ്കൾ ആരാണ് സാറേ? ഞാൻ ആരാണ് ഏട്ടാ? എന്തായാലും അമിതാഭ് ബച്ചൻ സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് നടന്ന്. അപ്പൊ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതൊക്കെ പോട്ടെ. എന്തായാലും പെരേര ഞാൻ അഭിമാനിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇദ്ദേഹത്തിന്റെ പേരെല്ലാവരും പറഞ്ഞു. ഇന്നലെ തന്നെ നമ്മൾ കാരണം 916 കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ടീം എന്നാ പറഞ്ഞത് സ്റ്റേജിൽ വെച്ച് ഇവരെ പോലുള്ളവർ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ പോയിരുന്ന വേദിയില്ലേ ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഞാനും പോയിരുന്നൊരു കാലമുണ്ടെന്ന് ടീം പറഞ്ഞു അല്ലേ? അപ്പൊ ആ ഒരു അലിൻ ജോസ് പെരേര അഭിലാഷ് ഏട്ടന്റെ ആളുകൾ അറിയുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ അഭിമാനിച്ചു. ഇന്നലെ ടീമിന്റെ ഒരു ഉദ്ഘാടനത്തിന് പോയിരുന്നു ബിനീസ് ബാസ്റ്റിൻ സാറിന്റെ. നല്ലൊരു ഹോട്ടലാണ്. അപ്പൊ അതിന്റെ ഒരു ഇത് കാണാൻ പോയപ്പോൾ നമ്മുടെ പേര് പുള്ളി സ്റ്റേജിലൊക്കെ വിളിച്ച് പറയുക. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ പേര് പറയാണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പൊ സന്തോഷ് വർക്കി എന്നെ അലിൻ ജോസ് പെരേരയെ ചിലപ്പോ അഭിനയിപ്പിച്ചേക്കാമെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വരെ പല ന്യൂസ് ചാനലുകളും വെട്ടി. ചില ഓൺലൈൻ മീഡിയകൾ എഴുതിയിട്ടുണ്ട് ബിഫോർ ബ്ലാംസയിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വലിയ കലാകാരനാണ്, നമ്മൾ നിൽക്കുന്നു. അപ്പോൾ ടിനി ടോം ചേട്ടൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. പുള്ളിയും നമ്മൾ കാണുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പുള്ളിയെ പലരും കോമഡിക്കുന്നെങ്കിലും നമ്മള് ടിനിച്ചേട്ടന്റെ പടം സപ്പോർട്ട് ചെയ്തു. പിന്നെ ടിനിച്ചേട്ടനും ഇവനും കൂടെ കൂടി അഭിനയിച്ചൊരു പടമാണ് ഇപ്പോൾ OTT-ൽ വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഒരു സീനിൽ ടിനി ടോം ചേട്ടൻ ഉണ്ട് ബാഡ് ബോയ്സിൽ. അപ്പൊ അത് നല്ലൊരു സീനാണ്. എന്തായാലും തിയേറ്ററിൽ പോയി കാണാൻ പറ്റില്ല, OTT കാണുക. ആശംസകൾ ഓമർ സാർ. പിന്നെ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം ടിനി ടോം ചേട്ടൻ മാത്രമല്ല കേട്ടോ പ്രതികരിച്ചത്. കാരണം നമ്മുടെ ഗിന്നസ് പക്രു ചേട്ടൻ, നമ്മുടെ ഏറ്റവും പൊക്കം കുറഞ്ഞൊരു നടൻ മലയാള സിനിമയിൽ. അപ്പോൾ അദ്ദേഹം നമ്മളെപ്പറ്റി 2 വാക്കുകൾ പറഞ്ഞു. ഇപ്പൊ ഓരോ വ്യക്തികള് വലിപ്പമോ ചെറുപ്പമോ ഒന്നും അല്ല. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിത്വമാണ്. അവർക്ക് ആൾക്കാർ കാണുന്നതുകൊണ്ട് അവരെ വിളിക്കുന്നു ഗൾഫിലൊക്കെ, മനസ്സിലായ? ഇപ്പൊ നോബി സാറിന്റെ ഒരു വിഷസ് നോബി സാർ ചെയ്തു നമുക്ക് വേണ്ടി വിഷസ്. അത് പുള്ളി വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ഒരു നടന്മാര് പറയുമ്പോൾ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? കാരണം അത്ഭുത ദ്വീപ്, പിന്നെന്താണ് അത്ഭുത ദ്വീപ് എന്ന സിനിമ, പിന്നെ ഏതൊക്കെ സിനിമയിലാണ് മറ്റേ പക്രുചേട്ടനുള്ളത്? ഒരുപാട് പടത്തിലുണ്ടാ. അതല്ല ഇവിടെ പറഞ്ഞ ആശംസകൾ. ബിഗ് ഫാദർ ജയറാമേന്റെ ഒപ്പം ആശംസകൾ പറ സിനിമയ്ക്ക്. 916 കുഞ്ഞൂട്ടൻ എന്ന സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും നമ്മൾ ചിലപ്പോ വനിതാ തന്നെ കാണും. ടിനിച്ചേട്ട, അജയ് കുമാറേട്ട, അതായത് ഉണ്ടപ്പക്കർ ചേട്ട ആശംസകൾ. കാരണം ഈ പടം ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട്. അഭിലാഷ് ഏട്ടായത്തിന് അലിൻ ജോസ് പെരേരന് ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. ടിനിച്ചേട്ട ഓൾ ദി ബെസ്റ്റ്.